ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ഛനെ വേണ്ടിയിട്ട് സൂര്യക്ക് വേണ്ടിയിട്ട് ജാനകി വലിയൊരു ഹോമം ചെയ്യാന്ന് വിചാരിക്കാൻ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ അമ്പലത്തിൽ ആ ഹോമം ചെയ്യണം ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഹോമത്തിന്റെ കൂടെ നമ്മുടെ ജാനകിയും പോകുന്നുണ്ട്. ജാനകിയും അഭിയും കൂടിയിട്ടാണ് പോകുന്നത്. പക്ഷെ പൂജാരി അടുത്തേക്ക് പോകുമ്പോൾ ജാനകിയാണ് പോകുന്നത്. അപ്പൊ പൂജാരി ചോദിക്കുന്നുണ്ട്, മോളുടെ അച്ഛന്റെ അമ്മയുടെയും പേര് പറയൂ, അച്ഛന്റെ പേരെന്താണ്, അച്ഛന്റെ പേരിലല്ലേ പൂജ നടത്തേണ്ടത്, മോളുടെ അച്ഛന്റെ പേരെന്താണ്, നാളെന്താണ് എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ജാനകി ഒന്ന് അപ്സെറ്റ് ആയി പോവാട്ടോ. കാരണം മോളുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ജാനകിയുടെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്ന പോലത്തെ ഒരു ഫീല് ജാനകിക്ക് തോന്നുവാണ്. ജാനകി മിണ്ടാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടുത്തുള്ള ചേച്ചിമാരൊക്കെ പറയണ്ട, അയ്യോ പൂജാരി അതിന് ഇവൾക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, ഇവളൊരു അനാഥയാണ് എന്നിങ്ങനെ പറയാണ്. അതിരിക്കുന്ന പൂജാരി കുഴപ്പമില്ല മോൾ ഇവിടെ ഇരുന്നോ എന്ന് പറയാണ്. അത് കേട്ട് നമ്മുടെ ജാനകിയുടെ കണ്ണ് നിറയുന്നുണ്ട്. അഭി വരുന്നുണ്ട്. അഭി ജാനകിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, താൻ വിഷമിക്കണ്ടോ, നോക്ക് തന്റെ അച്ഛനും അമ്മേനെ കുറിച്ചുള്ള വലിയ രഹസ്യം ഉടനെ തന്നെ പുറത്തു വരാൻ പോകുക എന്നിങ്ങനെ പറയണം. അത് കേട്ട് ജാനകി ആകെ ഞെട്ടിപ്പോണ പൂജാരിയും പറയുന്നുണ്ട്, മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, മോളെ അന്വേഷിച്ച് അങ്ങോട്ട് പോവാതെ തന്നെ മോളെ അന്വേഷിച്ച് മോളെ അച്ഛനും അമ്മയും മോളുടെ അടുത്തേക്ക് വരും, അത് ഉടനെ തന്നെ വരും, മോൾ നോക്കിക്കോ എന്ന് പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് ജാനകി ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രൊമോ 2 ദിവസം മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കാര്യമുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ജാനകിയുടെ അടുത്ത് നമ്മുടെ ജാനകിയുടെ അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നും ഉള്ള എല്ലാ സത്യങ്ങളും നമ്മുടെ അഭിക്ക് അറിയാട്ടോ. അഭി ജാനകിനെ കല്യാണം കഴിക്കാൻ പോണ സമയത്ത് ഈ ഓർഫനേജിലെ സിസ്റ്റർമാര് അഭിയുടെ അടുത്ത് ജാനകിനെ കുറിച്ചുള്ള ഫുൾ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാനകിയുടെ വിചാരം ജാനകിനെ തന്റെ അമ്മ ഉപേക്ഷിച്ച് അനാഥാലയത്തിലാക്കി ഉപേക്ഷിച്ച് പോയതാണ്. തന്റെ അമ്മ പ്രണയിച്ചെടുക്കുന്ന സമയത്ത് ഒരാളായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ആ ബന്ധത്തിൽ ജനിച്ചെടുത്താണ്. അപ്പൊ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ട് പ്രസവിച്ച ശേഷം ഉപേക്ഷിച്ചെന്നാണ് ജാനകിയുടെ വിചാരം. പക്ഷെ അത് അങ്ങനെയല്ലെന്നും ജാനകി എങ്ങനെയാണ് ഓർഫനേജിൽ വന്നെന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ അവിടുത്തെ സിസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മുടെ അഭിയുടെ അടുത്ത് പറയുന്നത്. അഭിയുടെ അടുത്ത് മാത്രമല്ല, സൂര്യനാരായണ ആ ഓർഫനേജ് ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. കാരണം വെച്ചാൽ ഓർഫനേജിൽ ഒരുപാട് സംഭാവനകൾ സൂര്യനാരായണ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജാനകിനെ അഭിനെ കല്യാണം കഴിച്ച് കൊടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ജാനകിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ സിസ്റ്ററിനോട് സൂര്യനാരായണൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാനകി ഇവിടുത്തെ മറ്റു പിള്ളേരെ പോലെയല്ല, ജാനകിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും ഉണ്ട്. അവളുടെ അമ്മ, അതായത് അവളുടെ അമ്മയുടെ ബന്ധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയിൽ നിന്നൊക്കെ ആ ഒരു ജാനകിനെ രക്ഷിക്കാൻ വേണ്ടി ആ കൈക്കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്റെ കയ്യിലേക്ക് തന്നതാണ് എന്ന് സൂര്യനാരായണനോട് സത്യം പറയണേ. പക്ഷേ ജാനകിക്ക് അറിയില്ല അവളുടെ അച്ഛനും അമ്മയും ആരാണെന്നുള്ള സത്യം ജാനകിക്ക് ഇതുവരെ അറിയില്ല എന്ന് പറയണം. സൂര്യനാരായണൻ ചോദിക്കുന്നുണ്ട്, അതാരാന്ന് ചോദിക്കുമ്പോഴേക്കും അത് സാർ എന്ന് പറയണം. സിസ്റ്റർ പറഞ്ഞോ, ഒരിക്കലും എന്റെ നാവിന്ന് ഇത് പുറത്തേക്ക് പോവില്ല എന്ന് പറയണം. അങ്ങനെ സൂര്യനാരായണനോട് സത്യങ്ങളൊക്കെ സിസ്റ്റർ പറയാണ്, ജാനകി എങ്ങനെയാണ് അവിടെ വന്നേന്നുള്ള സത്യം. അത് നമ്മുടെ അഭി കേൾക്കുന്നുണ്ട്. അങ്ങനെ സത്യങ്ങളൊക്കെ അഭിക്കും അറിയാം. അഭി സൂര്യയുടെ ചോദിക്കുമ്പോൾ ഈ സത്യങ്ങളൊക്കെ സൂര്യ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഇവർ ഈ സത്യങ്ങൾ ജാനകി അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് കളിയാക്കലുകൾ ജാനകിക്ക് കേൾക്കേണ്ടി വരും കേട്ടോ. നിന്നെ അച്ഛനില്ലാത്തവളാണ്, അച്ഛൻ ആരാന്ന് പോലും അറിയാത്തവളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കൽ കേൾക്കേണ്ടി വരുമ്പോ അഭി സത്യങ്ങളൊക്കെ ജാനകി അടുത്ത് പറയാണ്, വേറൊന്നുമല്ല, നീ ഞെട്ടില്ലെങ്കിൽ നിനക്ക് പൊട്ടിത്തെറിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ആ സത്യം പറയാം. നിന്റെ അച്ഛൻ ആരാന്നുള്ള സത്യം എനിക്കറിയാം. നീ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് നിന്റെ അച്ഛൻ എന്ന് പറയണം. അത് കേൾക്കുന്ന ജാനകി ആകെ ഞെട്ടിപ്പോവാണ്. അഭി അങ്ങനെ ജാനകിയുടെ വിഷമം കണ്ടുകൊണ്ടും മറ്റുള്ളവരെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടും ആ സത്യം പറയാണ്. ജാനകിയുടെ അച്ഛൻ ആ ക്രൂരനായിട്ടുള്ള, അതായത് സൂര്യനാരായണന്റെ ശത്രുവായിട്ടുള്ള തമ്പി തന്നെയാണെന്നുള്ള സത്യം ജാനകി അടുത്ത് പറയാണ്. പക്ഷെ ജാനകി പറയും അത് കഴിയുമ്പോൾ, നിങ്ങൾ ഈ സത്യം എന്നോട് ഒരിക്കലും പറയണ്ടായിരുന്നു, ഇതിനേക്കാൾ നല്ലത് ഞാൻ അനാഥയാണെന്ന് കേൾക്കണതായിരുന്നു. ഇതുപോലെ ഒരു ദുഷ്ടത്തിലുള്ള ഒരാളാണ് എന്റെ അച്ഛനെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. പലപ്പോഴും എന്നെ ഉപേക്ഷിച്ച ആൾക്കാരെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്, പല രാത്രിയും കരയാറുണ്ട്. പക്ഷെ എന്റെ മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നു, അച്ഛനും അമ്മ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ തന്നെ ഉപേക്ഷിച്ചായിരിക്കും എന്നൊരു വിശ്വാസം. പക്ഷെ ഈ തമ്പിയാണ് അച്ഛൻ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആ ഒരു ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇടയിലുള്ള എന്റെ ആ ഒരു ഓർമ്മ, ആ ഒരു ചിന്തയും അതുപോലത്തെ ചിന്താഗതികളൊക്കെയാണ് മാറിയത്. ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരാളാണ് എന്റെ അച്ഛൻ എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സത്യനോട് പറയണ്ടായിരുന്നു അഭിയേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകി കരയാണ്. പക്ഷെ സത്യം പറയാതിനുണ്ട് ജാനകിയുടെ അച്ഛൻ തമ്പി ആവാതിരിക്കൊന്നുമില്ലല്ലോ. ഇനി നമ്മുടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അപർണ അപ്പോ ജാനകി അപർണയുടെ ചേച്ചിയാണല്ലോ സത്യം. അതിനെക്കുറിച്ചൊന്നും ഒന്നിലും പറഞ്ഞിട്ടില്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അപർണ അഡോപ്റ്റ് ചെയ്ത കുട്ടിയാണോ അതോ അവരുടെ അവരുടെ രണ്ടാമത്തെ ഭാര്യയുണ്ടായ കുഞ്ഞാണോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ ജാനകിയുടെ അച്ഛൻ തമ്പിയാണ് കേട്ടോ. അത് നമുക്ക് അടുത്ത ആഴ്ച പറയുകയും ചെയ്യും. കാരണം 2 ദിവസം മുമ്പ് വന്ന പ്രൊമോയില് പറയുന്നുണ്ട്, അഭി നിന്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ കൺമുമ്പിൽ എത്തും എന്നുള്ള സത്യം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വലിയൊരു സസ്പെൻസ് ഈ അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ പൊളിയും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.